മഞ്ഞപ്പിത്തം പോലുള്ള പകർച്ചവ്യാധി ഭീഷണി നിൽക്കുന്ന കളമശ്ശേരിയിലെ പ്രധാന റോഡരികുകളിൽ മാലിന്യം നിറഞ്ഞു കവിയുകയാണ്. കളമശ്ശേരി എൻഎഡി റോഡിൽ കിലോമീറ്റർ ദൂരത്തിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. മഞ്ഞപ്പിത്തമടക്കം പകർച്ചവ്യാധി രോഗങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ മാലിന്യവുമായി വന്ന ഓട്ടോറിക്ഷ എൻഎഡി റോഡിലാണ് നാട്ടുകാർ പിടികൂടിയത്. പല സ്ഥാപനങ്ങളിലെയും ഹോട്ടലുകളിലെയും മാലിന്യങ്ങൾ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇടുകയായിരുന്നു. ഇവിടെ സ്ഥിരമായിട്ട് രാത്രിയൊന്നോ പകലൊന്നും ഇല്ലാതെ സ്ഥിരമായിട്ട് കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളണം. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് പിടിക്കാൻ നോക്കുന്നത്, പക്ഷേ കിട്ടിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്താണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇന്ന് പിടിക്കപ്പെട്ട് പകല കൊണ്ടുവന്ന് ഇത് ഹോട്ടൽ വേസ്റ്റാണ് കൊണ്ടുവന്നെ. മിക്ക ഹോട്ടലുകളിലും വേസ്റ്റ് ഇയാൾ ശേഖരിച്ചിട്ട് ഒരു കൊട്ടേഷൻ എടുത്തിട്ടാണ് ഇയാൾ ഇവിടെ കൊണ്ടുവന്ന് തള്ളണത്. ഇപ്പോൾ ഏറ്റവും വിജനമായിട്ട് വേസ്റ്റ് തള്ളാൻ പറ്റിയ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ എൻഎഡി റോഡ് മാത്രമേ ഉള്ളൂ. ആരും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഇപ്പം നിലവിൽ ഹെൽത്ത് വിഭാഗത്തിന് അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ എൻഎഡിനെയും അറിയിച്ചിട്ടുണ്ട്. അവർ വന്നിട്ട് അതിൻ്റെതായ നടപടിക്രമങ്ങളിലോട്ട് പോകും. എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും. ഏതാണ് ഈ ഹോട്ടൽ സ്ഥാപനം, അവരുടെ ബില്ലടക്കമാണ് നമ്മൾക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അവർക്കെതിരെയും ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവാൻ. അത് ചൂർണിക്കര, എടത്തല, അതേപോലെ തന്നെ ഏലൂര്, തൃക്കാക്കരം മുനിസിപ്പാലിറ്റി പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ളവരാണ് ഇവിടെ കൊണ്ട് തള്ളുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നതും ഹോട്ടൽ വേസ്റ്റും അതേപോലെ തന്നെ ഈ ഏതെങ്കിലും ബിൽഡിങ്ങുകളിൽ പൊളിച്ചുള്ള അവശിഷ്ടങ്ങളും എല്ലാം. ഇതെല്ലാം തള്ളാൻ പറ്റിയ ഒരു സൗകര്യപ്രദമായിട്ട് സ്ഥലമാണ്. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻഎഡി ഇതിന് യാതൊരു ആക്ഷൻ എടുക്കണില്ല. കാര്യം എൻഎഡിയുടെ ഒരു നിരീക്ഷണം ഇതിൻ്റെ ഭാഗത്ത് ഈ പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ കുറേ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അതൊന്നും എൻഎഡി കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് എൻഎഡിക്ക് എന്താണ് ഈ റോഡിനോട് ഈ വേസ്റ്റ് ഇതിൽ കുന്നുകൂടിയിരുന്നതിന് യാതൊരു നടപടി എടുക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതിലുള്ള ആളുകളുടെ സഞ്ചാരം നിർത്താനാണോ എന്നാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ, സംശയിക്കാം.